ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പുലിയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീക്ക് പരിക്ക്. അമരമ്പലം പഞ്ചായത്തിലെ കുപ്പുവള്ളി മൂച്ചിക്കൽ നഗറിലെ ജാനകി എന്ന 48-കാരിക്കാണ് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. 2 മണിയോടെ നഗറിനടുത്തുള്ള കുളത്തിന്റെ കരയിൽ ഇരിക്കുകയായിരുന്നു ജാനകിയും ബന്ധുവായ അഭിഷ്ണയും. പെട്ടെന്നാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത്. ജാനകി കയ്യിലിരിക്കുന്ന ഓലയുടെ മടൽ കൊണ്ട് പുലിയെ അടിക്കുകയും ഒച്ചവെക്കുകയും ചെയ്തതോടെയാണ് പുലിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞങ്ങളവിടെ വെറുതെ ഇരിക്കുന്നു. അപ്പൊ അവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ആ തോടിന്റെ ഉള്ളിൽ നിന്നാണ് അവിടെ ചാടിയതാണ്. അപ്പൊ അമ്മേന്റെ കയ്യിൽ മട്ടിലുള്ളതുകൊണ്ട് അടിച്ചതാക്കിയ. വീടിന്റെ അടുത്താണോ ഈ സ്ഥലം? വീടിന്റെ കുറച്ച് അങ്ങോട്ട് പോവാള്ളൂ, കുറച്ച് പോവാള്ളൂ. കുളത്തിന്റെ ഇപ്പുറത്തൊരു റബ്ബർ തോട്ടുണ്ട്, അവിടെ ഇരിക്കുന്നത്. പെട്ടെന്ന് ചാടിയത്. അതെ അതെ, ഞാൻ കുറച്ച് അപ്പുറത്ത് മാറിക്കുന്നു. പിന്നെ അവിടുന്ന് ഓടിപ്പോയി. പട്ടാപ്പകലാണ് ജനവാസ മേഖലയിൽ പുലിയുടെ ആക്രമണം ഉണ്ടായത്. അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫയുടെയും പൂക്കോട്ടുപാടം CI രാജേന്ദ്രൻ നായരുടെയും നേതൃത്വത്തിലാണ് ജാനകിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. മുഖത്തും തലയുടെ പിൻഭാഗത്തുമാണ് പുലിയുടെ ആക്രമണത്തിൽ ജാനകിക്ക് സാരമായി പരിക്കേറ്റത്. നിലമ്പൂർ സൗത്ത് DFO G ധനിക് ലാൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി ജാനകിയെ സന്ദർശിച്ചു. പുലി തന്നെയാകും ആക്രമിച്ചതെന്ന് DFO ധനിക് ലാൽ പറഞ്ഞു. കരടിക്ക് പുറമെ പുലി കൂടി ജനവാസ മേഖലയിലേക്ക് എത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണെന്ന് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ പറഞ്ഞു. മലയോര പ്രദേശമാണ് അമരമ്പലം ഗ്രാമത്തിൽ എന്ന് പറഞ്ഞാല്. അവിടെ കരടിന്റെ ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. TK കോളനി, തേൽപ്പാറ, പാട്ടുകാരും ഭാഗത്താണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങാട്ട് ടൗണിനോട് ചേർന്നുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വളരെ ഒരു ഷോക്കാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല്. ആളുകൾ തിങ്ങി പറക്കുന്നിട്ട് ഇവർ ഈ പറഞ്ഞ ആ തോട് കുളം എന്നൊക്കെ പറഞ്ഞാൽ വൈകുന്നേരം ആയാലും കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ വളരെ ഷോക്കാണ് ഞങ്ങൾക്ക്. ഞാൻ DFO ആയിട്ട് സംസാരിച്ചു. DFO വന്നിരുന്നു. വന്നിപ്പോ ആ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. റേഞ്ച് ഓഫീസറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. ഫോൺ 0483-274-2246. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.